ദൈവ തിരുനാമം മഹത്വപ്പെടുമാറാകട്ടെ. നിങ്ങൾക്കെല്ലാവർക്കും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ പരിശുദ്ധമായ നാമത്തിൽ ഞങ്ങളുടെ സ്നേഹവന്ദനം മുന്നമേ അറിയിക്കുകയാണ്. വെളിപ്പാട് പുസ്തകം 10-ാം അധ്യായം, അതിൻ്റെ 11 വാക്യങ്ങളാണുള്ളത്. നമുക്കൊന്ന് വായിച്ച് കേൾക്കാം. ബലവാനായ മറ്റൊരു ദൂതൻ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങുന്നത് ഞാൻ കണ്ടു. അവൻ മേഘമുടുത്തും തലയിൽ ആകാശവില്ല് ധരിച്ചും മുഖം സൂര്യനെ പോലെയും കാൽ കൽത്തൂണ് പോലെയും ഉള്ളവൻ. അവന്റെ കയ്യിൽ തുറന്ന ഒരു ചെറുപുസ്തകം ഉണ്ടായിരുന്നു. അവൻ വലങ്കാൽ സമുദ്രത്തിന്മേലും ഇടങ്കാൽ ഭൂമിമേലും വെച്ചു. സിംഹം അലറും പോലെ അത്യുച്ചത്തിൽ ആർത്തപ്പോൾ 7 ഇടിയും നാദം മുഴക്കി. 7 ഇടിനാദം മുഴക്കിയപ്പോൾ ഞാൻ എഴുതുവാൻ ഭാവിച്ചു. എന്നാൽ 7 ഇടി മുഴക്കിയത് എഴുതാതെ മുദ്രയിട്ടേക്ക എന്ന് സ്വർഗത്തിൽ നിന്ന് ഒരു ശബ്ദം കേട്ടു. സമുദ്രത്തിന്മേലും ഭൂമിമേലും നിൽക്കുന്നവനായി ഞാൻ കണ്ട ദൂതൻ വലങ്കൈ ആകാശത്തേക്ക് ഉയർത്തി, ഇനി കാലമുണ്ടാകുകയില്ല. 7-ാമത്തെ ദൂതൻ കാഹളം ഊതുവാനിരിക്കുന്ന നാദത്തിന്റെ കാലത്ത് ദൈവത്തിന്റെ മർമ്മം അവൻ തന്റെ ദാസന്മാരായ പ്രവാചകന്മാർക്ക് അറിയിച്ചു കൊടുത്തതുപോലെ നിവൃത്തിയാകുമെന്ന് ആകാശവും അതിലുള്ളതും ഭൂമിയും അതിലുള്ളതും സമുദ്രവും അതിലുള്ളതും സൃഷ്ടിച്ചവനായി എന്നേക്കും ജീവിച്ചിരിക്കുന്നവനെ ചൊല്ലി സത്യം ചെയ്തു. ഞാൻ സ്വർഗത്തിൽ നിന്ന് കേട്ട ശബ്ദം പിന്നെയും എന്നോട് സംസാരിച്ചു. നീ ചെന്ന് സമുദ്രത്തിന്മേലും ഭൂമിമേലും നിൽക്കുന്ന ദൂതന്റെ കയ്യിൽ തുറന്നിരിക്കുന്ന പുസ്തകം വാങ്ങുക എന്ന് കൽപ്പിച്ചു. ഞാൻ ദൂതന്റെ അടുക്കൽ ചെന്ന് ആ ചെറു പുസ്തകം തരുവാൻ പറഞ്ഞു. അവൻ എന്നോട്, നീ ഇത് വാങ്ങി തിന്നുക, അത് നിന്റെ വയറ്റിനെ കയ്പിക്കും, എങ്കിലും വായിൽ തേൻ പോലെ മധുരിക്കും എന്ന് പറഞ്ഞു. ഞാൻ ദൂതന്റെ കയ്യിൽ നിന്ന് ചെറു പുസ്തകം വാങ്ങി തിന്നു. അത് എന്റെ വായിൽ തേൻ പോലെ മധുരമായിരുന്നു. തിന്നു കഴിഞ്ഞപ്പോൾ എന്റെ വയറ് കഴിച്ചുപോയി. അവൻ എന്നോട്, നീ ഇനിയും അനേകം വംശങ്ങളെയും ജാതികളെയും ഭാഷകളെയും രാജാക്കന്മാരെയും കുറിച്ച് പ്രവചിക്കേണ്ടി വരും എന്ന് പറഞ്ഞു. ഒരു വാക്ക് പ്രാർത്ഥിച്ച് നമുക്ക് ആരംഭിക്കാം. കരുണയുള്ള കർത്താവേ, സ്നേഹനിധിയായ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, 1-ാം കഷ്ടം കണ്ട് തളർന്നുപോയ യോഹന്നാനെ, 2-ാം കഷ്ടത്തിൽ തളർന്നുപോയ യോഹന്നാനെ 3-ാം കഷ്ടത്തെക്കുറിച്ച് പ്രവചിക്കുവാൻ ഒരുക്കേണ്ടതിന് വേണ്ടി അവിടുന്ന് സർവശക്തനായി ഇറങ്ങി വന്നുറപ്പിച്ച വലിയ സ്നേഹത്തെ ഓർത്ത് ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു, ഞങ്ങൾ നിന്നെ വാഴ്ത്തുന്നു. വെളിപ്പാട് പുസ്തകം 10-ാം അധ്യായം വെളിപ്പെടുത്തപ്പെട്ടതായ കാര്യങ്ങൾ ആത്മാവിൽ ഞങ്ങൾക്ക് വെളിപ്പെടുത്തി തരണമേ ഞങ്ങൾ അപ്പനോട് പ്രാർത്ഥിക്കുന്നു. നിസാരനായ അടിയനെ അവിടുത്തെ ബലമുള്ള കരങ്ങളിൽ വിനയത്തോടെ താഴ്ത്തി സമർപ്പിക്കട്ടെ. ഇന്ന് ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെ മേലും അവിടുത്തെ തിരുവചനത്താലുള്ള അനുഗ്രഹം വർഷിപ്പിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ മഹത്വത്തോടുന്ന് മാത്രം എടുക്കണം. യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. കൃപയോടെ കേൾക്കണം പിതാവേ, ആമേൻ. ദൈവ തിരുനാമം മഹത്വപ്പെടുമാറാകട്ടെ. നാം ഈ 10-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ, ഈ വെളിപ്പാട് പുസ്തകം 10-ാം അധ്യായം, അവിടെ നാം അത് പഠിക്കുമ്പോൾ ഒരു ടൈറ്റിൽ വേണമെങ്കിൽ കൊടുക്കാം: ദൂതനും ദൂതൻ്റെ കയ്യിലെ തുറന്ന പുസ്തകവും. ഈ 10-ാം അധ്യായം 6-ാമത്തെ കാഹളത്തിനും 7-ാമത്തെ കാഹളത്തിനും ഇടയിലുള്ള ഒരു ഇടക്കാല ദർശനമാണ്. 7-ാമത്തെ കാഹളം പിന്നീട് കുറച്ച് മുന്നോട്ട് പോയിട്ടാണ് നാം കാണുന്നത്. 6-ാമത്തെ ദൂതൻ കാഹളം ഊതി. ഇപ്പോൾ നമ്മൾ 6-ാം മുദ്ര പൊട്ടിച്ചപ്പോൾ 5-ാം മുദ്രയ്ക്കും 6-ാം മുദ്രയ്ക്കും ഇടയിലൊരു ഗ്യാപ്പുണ്ട്. അതുപോലെ തന്നെ 6-ാമത്തെ കാഹളത്തിനും 7-ാമത്തെ കാഹളത്തിനും ഇടയിൽ ഉള്ള ഒരു ഇടക്കാല ദർശനമാണ്. 5-ാമത്തെ കാഹളം 1-ാമത്തെ കഷ്ടം, 6-ാമത്തെ കാഹളം 2-ാമത്തെ കഷ്ടം. അപ്പോൾ ഇതൊക്കെ കണ്ടപ്പോൾ ഒരുപക്ഷെ യോഹന്നാൻ അങ്ങ് തളർന്നുപോയി കാണും.
യോഹന്നാൻ്റെ മനസ്സ് മടുത്ത് കാണും. കാരണം സഹിക്കാവതല്ലോ. വലിയ കഷ്ടം വന്ന 1/3 പേര് മരിച്ചു പോയിട്ടും ശേഷിക്കുന്ന മനുഷ്യൻ ദൈവത്തെ ദുഷിച്ചതല്ലാതെ മാനസാന്തരപ്പെടുന്നില്ല. വീണ്ടും 3-ാം കഷ്ടത്തിലേക്ക് വരുമ്പോൾ ഈ ശുശ്രൂഷക്കാരനെ ഒന്ന് ബലപ്പെടുത്തേണ്ടതുണ്ട്. ഒരു ബലം ശുശ്രൂഷക്കാരന് അണിയിക്കേണ്ടതുണ്ട്. അതാണ് ദൈവത്തിൻ്റെ പദ്ധതി. നമ്മൾക്ക് തളരുമ്പോൾ, എലിയാവും ചൂരച്ചെടി ചുവട്ടിൽ തളർന്നു കിടന്നപ്പോൾ അവിടെ എലിയാവിനെ ബലപ്പെടുത്തുവാൻ ഇറങ്ങി വന്ന ദൈവമുണ്ട്. 40 രാവും 40 പകലും മരുഭൂമിയിലൂടെ ദൈവപർവ്വതമായ ഹോരേബോളം ഓടുവാൻ ബലം പകർന്ന ഒരു ദൈവമുണ്ട്. ദൈവം ബലപ്പെടുത്തും. നമ്മളുടെ ക്ഷീണാവസ്ഥകളിലും മനസ്സും എല്ലാം സ്പെഷ്യൽ കൃപകൾ എന്ന് ബലപ്പെടുത്തുന്നതായ ദൈവമുണ്ട്. അപ്പോൾ ഈ 6-ാമത്തെ കാഹളത്തിനും 7-ാമത്തെ കാഹളത്തിനും ഇടയിലുള്ള ഒരു ഇടക്കാലം. കാഹളങ്ങൾ നമ്മളൊന്ന് മൊത്തം പഠിക്കുമ്പോൾ ആദ്യത്തെ 4 കാഹളങ്ങൾ പ്രകൃതിയിലേക്കുള്ളതായ ന്യായവിധിയാണ്. 5-ഉം 6-ഉം കാഹളങ്ങളിലേക്ക് വരുമ്പോൾ മനുഷ്യരിലേക്കുള്ളതായ ന്യായവിധികൾ. പ്രകൃതിയിലേക്കുള്ളതായ ന്യായവിധികളും മനുഷ്യരിലേക്കുള്ളതായ ന്യായവിധികളും വെളിപ്പെടുത്തിയ ശേഷം ദൈവം യോഹന്നാനെ പ്രോത്സാഹിപ്പിക്കുകയും പുതിയ ദൗത്യം ഏൽപ്പിക്കുകയും ചെയ്യുന്നു. അതാണ് 10-ാം അധ്യായം. 10-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 4 വരെയുള്ളതായ വാക്യങ്ങൾ നമുക്കൊന്നുകൂടെ വായിച്ച് കേൾക്കാം. ശ്രദ്ധയോടെ വായിച്ച് കേൾക്കാം. ആദ്യത്തെ 4 വാക്യങ്ങൾ. ശക്തനായ ഒരു ദൂതനെ കാണുകയാണ്. ശക്തനായ ഒരു ദൂതൻ. വായിക്കാം. ബലവാനായ മറ്റൊരു ദൂതൻ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങുന്നത് ഞാൻ കണ്ടു. അവൻ മേഘം ഉടുത്തും തലയിൽ ആകാശവില്ല് ധരിച്ചും മുഖം സൂര്യനെ പോലെയും കാൽ തീത്തൂണ് പോലെയും ഉള്ളവൻ. അവന്റെ കയ്യിൽ തുറന്നോരു ചെറു പുസ്തകമുണ്ടായിരുന്നു. അവൻ വലങ്കാൽ സമുദ്രത്തിന്മേലും ഇടങ്കാൽ ഭൂമിമേലും വെച്ചു. സിംഹം അലറും പോലെ അത്യുച്ചത്തിൽ ആർത്തു. ആർത്തപ്പോൾ 7 ഇടിയും നാദം മുഴക്കി. 7 ഇടിനാദം മുഴക്കിയപ്പോൾ ഞാൻ എഴുതുവാൻ ഭാവിച്ചു. എന്നാൽ 7 ഇടി മുഴക്കിയത് എഴുതാതെ മുദ്രയിട്ടേക്ക എന്ന് സ്വർഗത്തിൽ നിന്ന് ഒരു ശബ്ദം കേട്ടു. ബലവാനായ മറ്റൊരു ദൂതൻ സ്വർഗത്തിൽ നിന്നിറങ്ങുന്നത് ഞാൻ കണ്ടു. ഇതിനു മുമ്പൊക്കെ കാഹളമൂതുന്ന ദൂതനെ കാണുന്നു. ഇവിടെ കാഹളമൂതുന്ന ദൂതനല്ല, ബലവാനായ മറ്റൊരു ദൂതൻ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങുന്നത് ഞാൻ കണ്ടു. ബലവാനായ ദൂതൻ, എല്ലാത്തിൻ്റെ മേലും ബലമുള്ളവനായ ദൂതൻ, എന്തും ചെയ്യാനുള്ള ബലമുള്ളവനായ ദൂതൻ, എന്തും ആക്കാണ്ടക്കവണ്ണം ബലമുള്ളവനായ ദൂതൻ. ഓർക്കണം, നാം കഷ്ടങ്ങളിൽ തളരുമ്പോൾ, ശുശ്രൂഷകളിൽ തളരുമ്പോൾ ബലപ്പെടുത്താൻ കഴിവുള്ള ബലമുള്ളവനായ ദൂതൻ, എല്ലാറ്റിനും ബലമുള്ളവൻ, എന്തും ചെയ്യാൻ കഴിവുള്ളവൻ ഇറങ്ങി വരുന്നു. ഈ വാക്കുകൾ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തളർന്നവരുണ്ടോ? മനസ്സിടിഞ്ഞു പോയവരുണ്ടോ? മനസ്സ് മടുത്തുപോയവരുണ്ടോ? ബലവാനായ ദൂതനെ, എന്ത് വേണമോ അത് തരാൻ ബലമുള്ളവൻ, ബലവാനായ ഒരു ദൂതൻ, എന്താണോ വേണ്ടത് അത് തരാൻ കൈവശമുള്ളവൻ. ധനികൻ നീതിനിലയത്തിൽ നിന്ന് ഇറങ്ങി വരികയാണെന്ന്, നമുക്ക് ആവശ്യമുള്ളത് നമുക്ക് തരാൻ. അതാണ് ഒരു ദൈവവേദലിൻ്റെ അനുഭവം എന്ന് പറയുന്നത്. ആത്മീയ ജീവിതത്തിന് സുഖം അതാണ്. തളരില്ലെന്നല്ല, പ്രശ്നങ്ങൾ വരില്ലെന്നല്ല, ഭാരങ്ങൾ ഉണ്ടാകുകയില്ല എന്നല്ല, കഷ്ടതകൾ ഉണ്ടാകുകയില്ല എന്നല്ല. എന്തെല്ലാം ജീവിതത്തിൽ നേരിട്ടാലും അതിനെ തരണം ചെയ്യാനുള്ള ബലമുള്ളവൻ, ആ ബലം കയ്യിലുള്ളവൻ അരികിലേക്ക് ഇറങ്ങി വരുന്നു. അതാണ് ഇവിടെ ഈ ബലവാനായ ഒരു ദൂതനെന്ന് പ്രത്യേകമായി എടുത്തു പറഞ്ഞിരിക്കുന്നത്. ബലവാനായ ഒരു ദൂതൻ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങുന്നത് ഞാൻ കണ്ടു. ഇനി ആ ദൂതനെക്കുറിച്ചുള്ള അതിൽ കുറച്ച് കാര്യങ്ങളാണ് പറയുന്നത്. എന്തെല്ലാമാണ്? അവൻ മേഘമുടുത്തും തലയിൽ ആകാശവില്ല് ധരിച്ചും മുഖം സൂര്യനെ പോലെയും കാൽ
തീത്തൂട് പോലെയുമുള്ളവൻ. അവൻ്റെ കയ്യിൽ തുറന്ന ഒരു ചെറു പുസ്തകമുണ്ടായിരുന്നു. അവൻ വലങ്കാൽ സമുദ്രത്തിന്മേലും ഇടങ്കാൽ ഭൂമിമേലും വച്ചു. സിംഹം അലറും പോലെ അത്യുച്ചത്തിൽ ആർത്തു. അത് ദൂതനെക്കുറിച്ചുള്ള ചില കാര്യങ്ങളാണ് വരുന്നത്. ഒന്നാമത്തെ കാര്യം, സ്വർഗത്തിൽ നിന്നും ഇറങ്ങി വരുന്നു. സ്വർഗത്തിൽ നിന്നും ഇറങ്ങി വരുന്നു. അപ്പോൾ സ്വർഗമാണ് അയക്കുന്നത്. സ്വർഗത്തിൽ നിന്ന് ഇറങ്ങുന്നതാണ്. സ്വർഗമാണ് നിയന്ത്രിക്കുന്നത്. രണ്ടാമത്തെ കാര്യം, മേഘം ധരിച്ചിരിക്കുന്നു. മേഘം എന്ന് പറയുന്നത് ദൈവ സാന്നിധ്യത്തെയാണ് കാണിക്കുന്നത്. സമാഗമന കൂടാരത്തിൻ്റെ കൂദാശ സമയം മേഘം കൊണ്ട് ആലയം മൂടി. മേഘം ദൈവ സാന്നിധ്യമാണ്. മരുഭൂമിയിൽ പകൽ മേഘസ്തംഭമായി ഇസ്രായേൽ മുന്നോട്ട് യാത്ര ചെയ്തത്, ദൈവം നിന്ന് ഇസ്രായേൽ മുന്നോട്ട് യാത്ര ചെയ്തത്, അവരുടെ യാത്രയിൽ അവർ അനുഭവിച്ച ദൈവ സാന്നിധ്യത്തെയാണ് കാണിക്കുന്നത്. അപ്പോൾ മേഘം ധരിച്ചിരിക്കുന്നു എന്ന് പറയുമ്പോൾ ദൈവ സാന്നിധ്യത്തെ കാണിക്കുന്നു, ദൈവമഹത്വത്തെ കാണിക്കുന്നു. മൂന്നാമത്തെ കാര്യം എന്താണ്? തലയിൽ മഴവില്ലുണ്ട്. മഴവില്ല് ദൈവത്തിൻ്റെ നിയമത്തെയും കരുണയെയുമാണ് കാണിക്കുന്നത്. നിത്യ നിയമത്തെയും കരുണയെയുമാണ് മഴവില്ല് കാണിക്കുന്നത്. ഉൽപ്പത്തി 9:12 മുതൽ വായിക്കാം. പിന്നെയും ദൈവം അരുളി ചെയ്തത്, ഞാനും നിങ്ങളും നിങ്ങളോടുകൂടെയുള്ള സകല ജീവജന്തുക്കളും തമ്മിൽ തലമുറ തലമുറയോളം സദാകാലത്തേക്കും ചെയ്യുന്ന നിയമത്തിന്റെ അടയാളമാവിത്. ഞാൻ എൻ്റെ വില്ല് മേഘത്തിൽ വെക്കുന്നു. അത് ഞാനും ഭൂമിയും തമ്മിലുള്ള നിയമത്തിന് അടയാളമായിരിക്കും. ഞാൻ ഭൂമിയുടെ മീതെ മേഘം വരുത്തുമ്പോൾ മേഘത്തിൽ വില്ല് കാണും. ദൈവത്തിൻ്റെ നിത്യ നിയമത്തെയും ഇനി ഞാൻ വെള്ളം കൊണ്ട് ഭൂമിയെ ന്യായം വിധിക്കുകയില്ല, ദൈവത്തിൻ്റെ കരുണയെയും കാണിക്കുകയാണ്. അപ്പോൾ തലയിൽ മഴവില്ലുണ്ട് എന്ന് പറയുമ്പോൾ ദൈവത്തിൻ്റെ നിയമത്തെയും കരുണയെയും കാണിക്കുന്നു. നാലാമത്തെ കാര്യം, മുഖം സൂര്യനെ പോലെ. മുഖം സൂര്യനെ പോലെ ദൈവമഹത്വത്തെ കാണിക്കുന്നു, ദൈവമഹത്വം. അഞ്ചാമത്തത്, കാൽ തീത്തൂണ്. കാൽ തീത്തൂണ്, നടപ്പ്, വിശുദ്ധി. വിശുദ്ധിയെയും ന്യായവിധിയെയുമാണ് കാണിക്കുന്നത്. കാൽ തീത്തൂണ് എന്ന് പറയുന്നത് വിശുദ്ധിയും ന്യായവിധിയും. ആറാമത്തത്, തുറന്ന പുസ്തകം. മുദ്രിട്ട പുസ്തകമല്ല, അടച്ചിരിക്കുന്ന പുസ്തകമല്ല, തുറന്ന പുസ്തകം. ദൈവത്തിൻ്റെ വെളിപ്പെട്ട സന്ദേശം. തുറന്ന പുസ്തകം, വായിക്കാനും അറിയാനും കേൾക്കാനും പറയാനും തക്കവണ്ണം വെളിപ്പെടുത്തി തന്നിട്ടുള്ള ദൈവത്തിൻ്റെ വെളിപ്പെട്ട സന്ദേശമാണത്. ചില കാര്യങ്ങൾ നമ്മൾ നോക്കുമ്പോൾ പല കാര്യങ്ങളും നമുക്ക് വെളിപ്പെടുത്തപ്പെടാത്ത കാര്യങ്ങളുണ്ട്. മുദ്രയിട്ടേക്കുക എന്ന് പറയുന്ന കാര്യങ്ങളുണ്ട്. ചില കാര്യങ്ങൾ ബൈബിൾ തന്നെയാണെങ്കിലും പല കാര്യങ്ങളും വെളിപ്പെട്ട് കിട്ടാതെ മറച്ചു വച്ചിരിക്കുകയാണ്. ഇവിടെ തുറന്ന പുസ്തകം എന്ന് പറയുമ്പോൾ ദൈവത്തിൻ്റെ വെളിപ്പെട്ട സന്ദേശമാണ്. തുറന്നു തന്നിട്ടുള്ള, നമുക്ക് വെളിപ്പെടുത്തി തന്നിട്ടുള്ളതായ ദൈവത്തിൻ്റെ സന്ദേശം. ചില വ്യാഖ്യാതാക്കൾ ഈ ദൂതനെ ക്രിസ്തുവിൻ്റെ പ്രതീകമായി കാണുന്നുണ്ട്, വ്യാഖ്യാനിക്കുന്നുണ്ട്. യേശു ക്രിസ്തുവാണ് ക്രിസ്തുവിൻ്റെ പ്രതീകമായിട്ട് ഈ ദൂതനെ വ്യാഖ്യാനിക്കുന്ന വ്യാഖ്യാതാക്കളുണ്ട്. മറ്റു ചില വ്യാഖ്യാതാക്കൾ ഒരു മഹത്തായ ഒരു ദൈവദൂതനായിട്ട് കാണുന്നുണ്ട്. എന്നാൽ ഈ ഭാഗത്തിലൂടെ നമുക്ക് കിട്ടുന്നതായ സന്ദേശത്തിൻ്റെ കേന്ദ്രം എന്ന് പറയുന്നത് ദൂതൻ്റെ വ്യക്തിത്വമല്ല, ദൈവത്തിൻ്റെ അധികാരമാണ്. സന്ദേശത്തിൻ്റെ കേന്ദ്രം ഇവിടെ ദൈവം ഉദ്ദേശിക്കുന്നതായ, നമുക്ക് ലഭിക്കുന്നതായ സന്ദേശത്തിൻ്റെ കേന്ദ്രം ദൂതൻ്റെ വ്യക്തിത്വമല്ല, ദൈവത്തിൻ്റെ അധികാരമാണ്.
വീണ്ടും ഈ ദൂതനെക്കുറിച്ച് ഏഴാമതായിട്ടൊരു കാര്യം കൂടെ പറയുന്നുണ്ട്. ആ ദൂതൻ്റെ വലങ്കാൽ സമുദ്രത്തിന്മേലും ഇടങ്കാല് ഭൂമിയിലുമാണ് വെച്ചിരിക്കുന്നത്. വലങ്കാൽ സമുദ്രത്തിന്മേലും ഇടങ്കാൽ ഭൂമിയിൽ. 8-ാം വാക്യം ഒന്ന് വായിച്ചേ. ഞാൻ സ്വർഗത്തിൽ നിന്ന് കേട്ട ശബ്ദം പിന്നെയും എന്നോട് സംസാരിച്ചു, നീ ചെന്ന് സമുദ്രത്തിന്മേലും ഭൂമിമേലും നിൽക്കുന്ന ദൂതന്റെ കയ്യിൽ തുറന്നിരിക്കുന്ന പുസ്തകം വാങ്ങുക എന്ന് കൽപ്പിച്ചു. അപ്പോൾ ആ ദൂതൻ നിൽക്കുന്നത് ഭൂമിമേലും സമുദ്രത്തിന്മേലും. ഒരു കാല് ചവിട്ടിയിരിക്കുന്ന സമുദ്രത്തിൽ, ഒരു കാല് ചവിട്ടിയിരിക്കുന്നത് ഭൂമിയിൽ. എന്ന് പറഞ്ഞാൽ സമുദ്രത്തിന്മേലും ഭൂമിയുടെ മേലുമുള്ള ദൈവത്തിൻ്റെ പരമാധികാരത്തെയാണ് കാണിക്കുന്നത്. സമുദ്രത്തിന്മേലും ഭൂമിമേലുമുള്ള ദൈവത്തിൻ്റെ പരമാധികാരത്തെ കാണിക്കുന്നു. 7 കാര്യങ്ങളാണ്. അതിൻ്റെ 3ഉം 4ഉം വാക്യങ്ങൾ ഒന്നുകൂടെ വായിക്കാം. 3ഉം 4ഉം വാക്യങ്ങൾ. സിംഹം അലറും പോലെ അത്യുച്ചത്തിൽ ആർത്തു. ആർത്തപ്പോൾ 7 ഇടിയും നാദം മുഴക്കി. 7 ഇടിനാദം മുഴക്കിയപ്പോൾ ഞാൻ എഴുതുവാൻ ഭാവിച്ചു. എന്നാൽ 7 ഇടി മുഴക്കിയത് എഴുതാതെ മുദ്രയിട്ടേക്ക എന്ന് സ്വർഗത്തിൽ നിന്ന് ഒരു ശബ്ദം കേട്ടു. 7 ഇടിമുഴക്കങ്ങൾ. ഈ ദൂതൻ സിംഹം അലറുന്നതുപോലെ വിളിച്ചപ്പോൾ 7 ഇടിമുഴക്കങ്ങൾ സംസാരിക്കുകയാണ്. യോഹന്നാൻ ഈ ഇടിമുഴക്കങ്ങളുടെ സംസാരം എഴുതുവാനായിട്ട് തയ്യാറായി. ആ പറയുന്നതായ കാര്യങ്ങളൊക്കെ എഴുതാൻ നോക്കി, എഴുതാൻ തയ്യാറായി. അപ്പോൾ എഴുതരുത് എന്നുള്ള ഒരു ശബ്ദം കേൾക്കുകയാണ്. നീ എഴുതരുത്. ഈ കേൾക്കുന്ന കാര്യങ്ങൾ, ഈ 7 ഇടിമുഴക്കങ്ങളുടെ വാക്കുകൾ, ആ സംസാരം, ആ പറയുന്ന കാര്യങ്ങൾ നീ എഴുതരുത് എന്ന ഒരു ശബ്ദം കേട്ടു. എന്ന് പറഞ്ഞാൽ ദൈവം എല്ലാം മനുഷ്യർക്ക് വെളിപ്പെടുത്തുന്നില്ല. അത് വെളിപ്പെടുത്താൻ ദൈവം ആഗ്രഹിച്ചില്ല. എന്താണ് ആ ഇടിമുഴക്കം പറഞ്ഞത് എന്ന് വെളിപ്പെടുത്താൻ ദൈവം ആഗ്രഹിച്ചില്ല. എല്ലാ കാര്യങ്ങളൊന്നും ദൈവം വെളിപ്പെടുത്താൻ ഉദ്ദേശിച്ചിട്ടില്ല. അതല്ല അപ്പോസ്തലൻ പറഞ്ഞു, ഇപ്പോൾ നമ്മൾ അല്പമായി അറിയുന്നു, പൂർണ്ണമായത് അന്ന് കാണും, അന്നറിയാം എന്ന് പറയുന്നത്. ബൈബിളിലും പല കാര്യങ്ങളും അങ്ങനെ മറഞ്ഞിരിക്കുകയാണ്, വെളിപ്പെടുത്തിയിട്ടില്ല. എല്ലാം ദൈവം മനുഷ്യന് വെളിപ്പെടുത്തുന്നില്ല. ചില രഹസ്യങ്ങൾ ദൈവത്തിൻ്റെ അധികാരത്തിൽ തന്നെ നിലനിൽക്കുന്നു എന്നും നമുക്ക് ഈ ഭാഗത്ത് മനസ്സിലാക്കാൻ കഴിയും. ഇന്നും ചില രഹസ്യങ്ങളെല്ലാം മനുഷ്യനെ വെളിപ്പെടുത്താതെ ദൈവത്തിൻ്റെ അധികാരത്തിൽ തന്നെ നിർത്തിയിരിക്കുകയാണ്. അതുകൊണ്ട് ആ 7 ഇടിമുഴക്കങ്ങൾ എന്താണെന്ന് നമ്മൾ ചിന്തിക്കുകയോ പഠിക്കുകയോ ഒന്നും വേണമെന്നില്ല. അതിലേക്ക് കൂടുതൽ നമ്മൾ കടക്കേണ്ട ആവശ്യമില്ല. നീ എഴുതണ്ട, അത് മുദ്രയിട്ടേക്കുക, തീർന്നു, അവിടെ കഴിഞ്ഞു. വീണ്ടും 10:5 മുതൽ 7 വരെയുള്ള വാക്യങ്ങൾ. സമുദ്രത്തിന്മേലും ഭൂമിമേലും നിൽക്കുന്നവനായി ഞാൻ കണ്ട ദൂതൻ വലങ്കൈ ആകാശത്തേക്ക് ഉയർത്തി, ഇനി കാലം ഉണ്ടാകുകയില്ല. 7ാമത്തെ ദൂതൻ കാഹളം ഊതുവാനിരിക്കുന്ന നാദത്തിന്റെ കാലത്ത് ദൈവത്തിന്റെ മർമ്മം അവൻ തന്റെ ദാസന്മാരായ പ്രവാചകന്മാർക്ക് അറിയിച്ചു കൊടുത്തതുപോലെ നിവൃത്തിയാകുമെന്ന് ആകാശവും അതിലുള്ളതും ഭൂമിയും അതിലുള്ളതും സമുദ്രവും അതിലുള്ളതും സൃഷ്ടിച്ചവനായി എന്നേക്കും ജീവിച്ചിരിക്കുന്നവനെ ചൊല്ലി സത്യം ചെയ്തു. അവിടെ ദൂതൻ ആകാശത്തേക്ക് കൈ ഉയർത്തിക്കൊണ്ട് ഇനി കാലമുണ്ടാകയില്ല എന്ന് സത്യം ചെയ്യുകയാണ്, ശപഥം ചെയ്യുകയാണ്. ദൂതൻ്റെ ശപഥം, ഇനി കാലം ഉണ്ടാകയില്ല എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ പദ്ധതി അവസാന ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. എല്ലാത്തിൻ്റെയും അവസാനത്തിലേക്ക് വന്നിരിക്കുകയാണ്. 7ാമത്തെ കാഹളം മുഴങ്ങുമ്പോൾ പ്രവാചകന്മാർ അറിയിച്ച ദൈവത്തിൻ്റെ വീണ്ടെടുപ്പിൻ്റെയും രാജത്വത്തിൻ്റെയും പദ്ധതി പൂർത്തിയാകും. ദൈവത്തിൻ്റെ പദ്ധതി നിത്യത മുതൽ നിത്യത വരെയുള്ള സ്വർഗീയ പദ്ധതി, അത് പൂർത്തിയാകാൻ പോവുകയാണ്.
ദൈവത്തിൻ്റെ കാലക്കണക്ക് നിത്യതയിലേക്ക് വരുമ്പോൾ പിന്നെ കാലക്കണക്കിൽ അവന് നിത്യതയാണ്. നിത്യതയിൽ ആരംഭിച്ച് നിത്യതയിൽ അവസാനിക്കുന്നു. പ്രവാചകന്മാരിലൂടെ അറിയിച്ചതെല്ലാം പൂർണ്ണമാകുകയാണ്, എല്ലാം അവസാനിക്കുകയാണ്. ഇനി കാലം ഉണ്ടാകുകയില്ല. ദൈവത്തിൻ്റെ പദ്ധതി അനാദികാല നിത്യതയിൽ ആയിരുന്ന ദൈവത്തിൻ്റെ ഉള്ളിൽ രൂപപ്പെട്ടതായ ഒരു പദ്ധതിയുണ്ട്. അപ്പോസ്തലന്റെ ലേഖനത്തിൽ അതിനെക്കുറിച്ച് പറഞ്ഞത് അനാദികാല നിർണയപ്രകാരം. അനാദികാല നിർണയം അത് തന്നോടുകൂടെ പാർക്കാൻ തക്കവണ്ണം, നിത്യതയിൽ തന്നോടുകൂടെ ആയിരിക്കാൻ തക്കവണ്ണം മനുഷ്യനെ രൂപപ്പെടുത്തുക എന്നുള്ളതായി ദൈവത്തിൻ്റെ പദ്ധതിയാണ്. ആ പദ്ധതി, ആ പ്രൊജക്റ്റ് ദൈവം അത് തുടങ്ങുന്നതിന് മുന്നമേ, എന്നുവെച്ചാൽ മനുഷ്യനെ സൃഷ്ടിക്കുന്നതിന് മുന്നമേ മനുഷ്യർക്ക് വേണ്ടിയുള്ളത് ദൈവം ഒരുക്കി. അങ്ങനെ മാലാഖമാരെ സൃഷ്ടിക്കുന്നത്, മാലാഖമാരെ ദൈവം സൃഷ്ടിക്കുമ്പോൾ തന്നെ ദൈവവും മനുഷ്യനും ഒരുമിച്ച് നിത്യതയിൽ പാർക്കാനുള്ള നിത്യപാർപ്പിടം അത് പണിയപ്പെട്ട് കഴിഞ്ഞിരുന്നു. മനോഹരമായ നിത്യസ്വർഗം ഒരുക്കപ്പെട്ടിരുന്നു. അപ്പോൾ മനുഷ്യനെ സൃഷ്ടിക്കുന്നതിന് മനുഷ്യനോടുകൂടെ ദൈവത്തിന് പാർക്കാനുള്ള സ്വർഗം ദൈവം ഒരുക്കി കഴിഞ്ഞിരുന്നു, പണിത് കഴിഞ്ഞിരുന്നു. ഈ മാലാഖമാരെ സൃഷ്ടിച്ചത് മനുഷ്യനെ ശുശ്രൂഷിക്കുന്ന സേവകാത്മാക്കളായിട്ടാണ്. എന്നാൽ ഈ മാലാഖ ലൂസിഫറും കൂട്ടും, ലൂസിഫർ വീണുപോയ മാലാഖ, ഈ ദൂതന്മാർ അവിടെ കയറാൻ ആഗ്രഹിച്ചു. മണവാളനും മണവാട്ടിക്കും കൂടെ പാർക്കുവാൻ, മണവാളനായ ക്രിസ്തുവിന് മണവാട്ടിയായ സഭയോടുകൂടെ പാർക്കുവാൻ ഒരുക്കപ്പെട്ട മണവറയ്ക്കുള്ളിൽ ആര് കിടക്കാൻ നോക്കി? സാത്താൻ കയറാൻ നോക്കി. ദൈവം ദൂതനെ, ആ ലൂസിഫറിനെയും കൂട്ടിട്ട് അവിടെ നിന്ന് വെട്ടി താഴെയിട്ട് അവരാണ് ആരായി മാറിയത്? പിശാചുക്കളായി മാറിയത്. അപ്പോൾ വീണ്ടും ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചു, മനുഷ്യന് വീണു. ആ മനുഷ്യനെ ദൈവം തള്ളിക്കളഞ്ഞില്ല. വീണ്ടെടുക്കാനുള്ളതായ ദൈവത്തിൻ്റെ പദ്ധതികൾ അത് പ്രവാചകന്മാരിൽ കൂടെ മുൻകൂട്ടി പറഞ്ഞു. ഇതെല്ലാം കാര്യങ്ങളല്ലേ, ഉൽപ്പത്തി മുതലുള്ളതായ കാര്യങ്ങൾ. സ്ത്രീയുടെ സന്തതി സർപ്പത്തിൻ്റെ തലയെ ചതയ്ക്കും എന്നൊരു വാഗ്ദത്തം കൊടുത്തു. ആ സ്ത്രീയുടെ സന്തതിയായി അന്ന് തന്നെ ആ ദൗത്യം പുത്രൻ ഏറ്റെടുത്തു. ഞാൻ നിർവഹിക്കാം, സ്വയമേവ അത് ഏറ്റെടുത്തു. അതിനുവേണ്ടി ലോകത്തെ ഒരുക്കി. അതാണ് ബൈബിൾ ആ കാലങ്ങളിലൊക്കെ കാണുന്നത്. കാലസമ്പൂർണത വന്നപ്പോൾ ദൈവം തൻ്റെ പുത്രനെ സ്ത്രീയിൽ നിന്ന് ജനിച്ചവനായി ലോകത്തിലേക്ക് അയച്ചു. ക്രിസ്തുവിൻ്റെ ക്രൂശ് മരണത്തിലൂടെ രക്ഷ ദൈവം ഒരുക്കി. ആ രക്ഷയിലേക്ക് ജനത്തെ നടത്തേണ്ടതായ ശുശ്രൂഷ അപ്പോസ്തലന്മാരെ ഫലമേൽപ്പിച്ചു. അപ്പോസ്തലന്മാരിലൂടെ അതിൽ നിന്ന് തുടർന്നു പോരുന്നു. 5 വിധ ശുശ്രൂഷകന്മാരെ ദൈവമാക്കി. ഒത്തിരി കാര്യങ്ങളുണ്ട്. ഇന്നും ആ ജനത്തെ ഒരുക്കുന്ന ശുശ്രൂഷയാണ് ഈ വചന ശുശ്രൂഷയിലാണ് നടക്കുന്നത്. അങ്ങനെ ഒരുക്കി മണവാട്ടി സഭ പൂർണ്ണമാക്കപ്പെടുമ്പോൾ കർത്താവ് മധ്യാകാശത്ത് മടങ്ങി വരും, സഭയെ ചേർത്തുകൊള്ളും. സഭ എടുക്കപ്പെട്ട് കഴിഞ്ഞാൽ ഈ ഭൂമിയിൽ 7 വർഷത്തെ എതിർ ക്രിസ്തുവിൻ്റെ ഭരണം വരും, മഹോപദ്രവകാലം വരും. അതിനുശേഷം ഈ എതിർ ക്രിസ്തുവിനെ കർത്താവ് വന്ന് ആ മെഗീദോ താഴിൽ വരയിൽ ഹർമഗദോൻ യുദ്ധം, ആ യുദ്ധത്തിൽ തോൽപ്പിച്ച് അഗാധകൂപത്തിൽ ചങ്ങലിക്കിട്ട് നിത്യദണ്ഡനത്തിലേക്ക് ആക്കും. കാര്യങ്ങൾ നമ്മൾ ചിന്തിച്ച കാര്യങ്ങളാണ് പെട്ടെന്ന് ഞാൻ പറയുന്നത്. അതിനുശേഷം 1000 ആണ്ട് കർത്താവ് ഈ ഭൂമിയിൽ വാഴും. 1000 ആണ്ട് വാഴ്ചയ്ക്ക് ശേഷം വെള്ളസിംഹാസനത്തിന് ന്യായവിധി.
പിന്നെ പുതിയ ആകാശം പുതിയ ഭൂമി നിത്യതയിലേക്ക് പോകുന്നു. ഇത് ദൈവത്തിൻ്റെ പദ്ധതിയാണ്. എല്ലാം പൂർണ്ണമായി. ദൂതൻ കൈ ഉയർത്തി ഇനി കാലം ഉണ്ടാകയില്ല എന്ന് ശപഥം ചെയ്യുന്നു. ദൈവത്തിൻ്റെ പദ്ധതി അതിൻ്റെ അവസാനത്തിലേക്ക് വരികയാണ്. അവസാനത്തിലേക്ക് കടക്കുന്നു. 7-ാം കാഹളം മുഴങ്ങുമ്പോൾ പ്രവാചകന്മാർ അറിയിച്ചതായ ദൈവത്തിൻ്റെ വീണ്ടെടുപ്പിൻ്റെയും രാജ്യത്വത്തിൻ്റെയും പദ്ധതി പൂർത്തിയാകും. ഇനി കാലമുണ്ടാകയില്ല. പിന്നെ കാലമില്ല, നിത്യത. പിന്നെ വീണ്ടും അതിൻ്റെ 8 മുതൽ 10 വരെയുള്ളതായ വാക്യങ്ങളിലേക്ക് നാം പോകുമ്പോൾ 8-ാം വാക്യം മുതൽ 10-ാം വാക്യം വരെ തുറന്നിരിക്കുന്ന ചെറുപുസ്തകത്തെക്കുറിച്ച് കാണുന്നു. നമുക്ക് വായിക്കാം 8 മുതൽ 10 വരെയുള്ള വാക്യങ്ങൾ. ഞാൻ സ്വർഗത്തിൽ നിന്ന് കേട്ട ശബ്ദം പിന്നെയും എന്നോട് സംസാരിച്ചു. നീ ചെന്ന് സമുദ്രത്തിന്മേലും ഭൂമിമേലും നിൽക്കുന്ന ദൂതന്റെ കയ്യിൽ തുറന്നിരിക്കുന്ന പുസ്തകം വാങ്ങുക എന്ന് കൽപ്പിച്ചു. ഞാൻ ദൂതന്റെ അടുക്കൽ ചെന്ന് ആ ചെറു പുസ്തകം തരുവാൻ പറഞ്ഞു. അവൻ എന്നോട്, നീ ഇത് വാങ്ങി തിന്നുക, അത് നിന്റെ വയറ്റിനെ കയ്പിക്കും, എങ്കിലും വായിൽ തേൻ പോലെ മധുരിക്കുമെന്ന് പറഞ്ഞു. ഞാൻ ദൂതന്റെ കയ്യിൽ നിന്ന് ചെറു പുസ്തകം വാങ്ങി തിന്നു. അത് എന്റെ വായിൽ തേൻ പോലെ മധുരമായിരുന്നു. തിന്നു കഴിഞ്ഞപ്പോൾ എന്റെ വയറ് കഴിച്ചുപോയി. തുറന്നിരിക്കുന്ന ചെറിയ പുസ്തകം വെളിപ്പെടുത്തപ്പെട്ട ദൈവവചനത്തെയാണ് കാണിക്കുന്നത്. നമുക്ക് വേണ്ടി സ്വർഗം തുറന്നു തന്ന സ്വർഗീയമായ മർമ്മങ്ങൾ, രഹസ്യങ്ങൾ വെളിപ്പെടുത്തി കിട്ടിയത് ദൈവം പണ്ട് ഭാഗം ഭാഗമായും വിവിധമായും പ്രവാചകന്മാരിൽ കൂടെ നമ്മോട് അറിയിച്ചിട്ട് ഈ അന്ത്യകാലത്ത് പുത്രൻ മുഖാന്തരം നമുക്ക് വെളിപ്പെടുത്തി തന്നിരിക്കുന്ന ചെറുപുസ്തകം, സുവിശേഷം, ദൈവവചനം, ദൈവവചനത്തിലൂടെ ദൈവം നമ്മോട് സംസാരിച്ചതായ, നമ്മോട് നമുക്ക് വെളിപ്പെടുത്തി തന്നതായ ആത്മീയ മർമ്മങ്ങൾ. യോഹന്നാൻ പറയുകയാണ്, നീ ഇത് വാങ്ങി തിന്നുക. ദൂതൻ മുന്നറിയിപ്പ് കൊടുക്കുന്നുണ്ട്. ഞാൻ സ്വർഗത്തിൽ നിന്ന് കേട്ട ശബ്ദം എന്നോട് സംസാരിച്ചു. നീ ചെന്ന് സമുദ്രത്തിന്മേലും ഭൂമിമേലും നിൽക്കുന്ന ദൂതൻ്റെ കയ്യിൽ തുറന്നിരിക്കുന്ന പുസ്തകം വാങ്ങുക എന്ന് കൽപ്പിച്ചു. ഞാൻ ദൂതൻ്റെ അടുക്കൽ ചെന്ന് ആ ചെറുപുസ്തകം തരാൻ പറഞ്ഞു ചോദിച്ചു. വചനം കേട്ടപ്പോൾ ആ ചെറുപുസ്തകവുമായി നിൽക്കുന്നതായ, കയ്യിൽ ചെറുപുസ്തകവുമായി നിൽക്കുന്ന, തുറന്ന പുസ്തകവുമായി നിൽക്കുന്നതായ ദൂതൻ്റെ അടുക്കൽ ചെന്ന് പുസ്തകം തരുവാൻ പറഞ്ഞു. എനിക്ക് താ എന്ന് പറഞ്ഞു കൈ നീട്ടി പുസ്തകം തരുവാൻ പറഞ്ഞു. അവൻ എന്നോട്, നീ ഇത് വാങ്ങി തിന്നുക, അത് നിന്റെ വയറ്റിനെ കയ്പിക്കുമെങ്കിലും വായിൽ തേൻ പോലെ മധുരിക്കുമെന്ന് പറഞ്ഞു. ഞാൻ ദൂതൻ്റെ കയ്യിൽ നിന്ന് ഒരു പുസ്തകം വാങ്ങി തിന്നു. അത് എൻ്റെ വായിൽ തേൻ പോലെ മധുരമായിരുന്നു. തിന്നു കഴിഞ്ഞപ്പോൾ എൻ്റെ വയറ് കഴിച്ചുപോയി. ദൈവത്തിൻ്റെ വചനം തേനിനേക്കാളും തേൻകട്ടയേക്കാളും മധുരമുള്ളതാണ്. അണ്ണാക്കിന് മധുരവും വായ്ക്ക് തേനിലും നല്ലത്. 119 സങ്കീർത്തനം 103 വാക്യം. തിരുവചനം എന്റെ അണ്ണാക്കിന് എത്ര മധുരം, അവ എന്റെ വായ്ക്ക് തേനിലും നല്ലത്. തിരുവചനം അണ്ണാക്കിന് മധുരം, വായ്ക്ക് തേനിലും നല്ലത്. ഈ ദൈവത്തിൻ്റെ വചനം മധുരമാണ്. അത് കേൾക്കുമ്പോഴും പറയുമ്പോഴും എല്ലാം എന്ത് സുഖമാണില്ല, എന്ത് സന്തോഷമാണ്. വാസ്തവത്തിൽ ഒരു വചന ശുശ്രൂഷയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ച് ഒരുങ്ങുമ്പോൾ ജനത്തോട് പറയാനുള്ളതായ വചനം ഇങ്ങനെ ഒഴുക്കി കിട്ടുമ്പോൾ, ഈ ജനത്തോട് ഇങ്ങനെ സ്വർഗത്തിൽ പ്രാപിച്ചതായ വചനം ഇങ്ങനെ പറയുമ്പോൾ എന്ത് ആനന്ദമാണ്, എന്ത് സന്തോഷമാണ്. വാസ്തവത്തിൽ എല്ലാം ക്ഷീണം മറന്നു പോകുന്നു. ഈ അടുത്ത നാളുകളിൽ ചില അനുഭവം എനിക്കുണ്ടായി. ക്ഷീണം മറന്നു പോകുന്നു. ചില പ്രത്യേക ശുശ്രൂഷകൾക്ക് വേണ്ടി വചനം പറയാൻ, ചില ശുശ്രൂഷകളിൽ വചനം പറയാനായിട്ട് പ്രാർത്ഥിച്ച് അവിടെ പറയാനുള്ള വചനം കർത്താവ് ഇങ്ങ് അയച്ചു തരുമ്പോൾ ഇല്ലേ നമുക്കും കേൾക്കുന്നത്, ദൈവത്തിൻ്റെ വചനം കേൾക്കുന്നത് എന്ത് ആനന്ദം. ഞാൻ ഈ ദൈവമക്കളുടെ സന്തോഷവും ആശ്വാസവും ഒക്കെ പറയുന്നത് വചനം കേൾക്കുമ്പോൾ കിട്ടുന്നല്ലേ.
വേറെ എന്താണ് ആശ്വാസം? ഇല്ലേ? ശരിയല്ലേ? ദൈവത്തിൻ്റെ വചനമാണ് നമുക്ക് അനുഭവങ്ങൾ തരുന്നത്. ദൈവമക്കളുടെ അനുഭവം എന്ന് പറയുന്നത് ദൈവവചനത്തിൽ ലഭിക്കുന്ന അനുഭവമാണ്. എന്ത് സന്തോഷമാണത്! പക്ഷേ അത് വയറ്റിലേക്ക് ചെന്നപ്പോൾ എന്താണ്? കഴിച്ചു. വയറ്റിലേക്ക് ചെന്നപ്പോൾ കഴിച്ചു എന്ന് പറഞ്ഞാൽ, ഈ ദൈവത്തിൻ്റെ വചനം നമ്മൾ അനുസരിക്കാൻ തുടങ്ങുമ്പോൾ, ദൈവത്തിൻ്റെ വചനപ്രകാരം ജീവിതം ക്രമീകരിക്കാൻ തുടങ്ങുമ്പോൾ, ദൈവത്തിൻ്റെ വചനം പ്രസംഗിക്കുമ്പോൾ, സുവിശേഷ വേല ചെയ്യുമ്പോൾ എന്താ കിട്ടുന്നത്? എന്താ? വചനം കേൾക്കുമ്പോഴും പറയുമ്പോഴും വായിക്കുമ്പോഴും ഒക്കെ കിട്ടുന്നത് പോലെയുള്ള മധുരമാണോ ദൈവവേല ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത്? ഉള്ളിൽ സുഖമാണ്, ശരിയാണ്. പക്ഷേ പെന്തക്കോസ്ത് നാളിൽ അവരെല്ലാവരും ആത്മാവിൽ നിറഞ്ഞു. ദൈവവചനത്തിൽ അവർ സന്തോഷിച്ചാർത്തു. പക്ഷേ ആ വചനപ്രകാരം അപ്പോസ്തലന്മാർ വെളിയിലേക്ക് ഇറങ്ങിയപ്പോൾ എന്താ കിട്ടിയത്? സ്തേഫാനോസ് ആത്മനിറവിലെ വചനം പറഞ്ഞത് ഇല്ലേ? മോശകാലം മുതൽ ചരിത്രമൊക്കെല്ലാം പറഞ്ഞ് കൂടി നിന്നവരോട് ആത്മനിറവിലെ വചനം പറഞ്ഞത്. പക്ഷേ അത് വയറ്റിലേക്ക് ചെന്നപ്പോൾ കഴിച്ചു, ഇല്ലേ? എന്താ പറ്റിയത്? പ്രസംഗിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ തന്നെ കല്ലേറേറ്റ് കൊല്ലപ്പെട്ടു. ദൈവത്തിൻ്റെ വചനം തേൻ പോലെ അണ്ണാക്കിന് മധുരമായി, വായ്ക്ക് തേൻ പോലെ മധുരമായി അനുഭവിച്ചു കൊണ്ട് നിൽക്കുമ്പോൾ തന്നെ അത് വയറ്റിലേക്ക് ചെന്നപ്പോൾ, അതിൻ്റെ റിസൾട്ടിലേക്ക് വന്നപ്പോൾ, അതിൻ്റെ അനുഭവത്തിലേക്ക് വന്നപ്പോൾ കൽച്ചികൾ വന്ന് ശരീരത്തിൽ തറച്ചുകൊള്ളുകയാണ്. ചെറിയ കൽച്ചീളുകൾ വലിച്ചെറിയുകയാണ്. സ്വന്തം ശരീരത്തിൽ കൽച്ചീളുകൾ പാഞ്ഞു വന്ന് ശരീരത്തിലെ മാംസകഷ്ണങ്ങൾ അടർന്ന് മുറിഞ്ഞ് തെറിച്ച് രക്തം ചിന്നിച്ചതറി സ്തേഫാനോസ് അവിടെ തന്നെ വീണു മരിക്കുകയാണ്. പക്ഷേ സ്വർഗം തോന്നിയിരിക്കുന്നത് കണ്ടു. അനുഭവമാണ്, അനുഭവം മാറുന്നില്ല. പക്ഷേ ജീവിതത്തിൽ കഷ്ടതയാണ് വന്നത്. അപ്പോസ്തലന്മാർ എല്ലാവരും, നിങ്ങൾ ഓർക്കണം, ഇപ്പം നമ്മളെ ആരെങ്കിലുമൊക്കെ നിന്ദിക്കുന്ന പോലെയുള്ള നിന്ദിയോ അല്ലെങ്കിൽ പരിഹാസമോ ദുഷ്യമൊന്നും അല്ല, ഇല്ലാത്തതൊക്കെ പറഞ്ഞുണ്ടാക്കി പരിഹസിക്കുന്ന പോലെ ഒന്നും അല്ല. അപ്പോസ്തലന്മാർ എല്ലാവരും രക്തസാക്ഷികളായി മരണം വരിച്ചു. യോഹന്നാൻ ശ്ലീഹ രക്തസാക്ഷിയായി മരിച്ചില്ല എങ്കിൽ എന്തെല്ലാം കഷ്ടതകൾ! ഇത് തന്നെ വെളിപ്പാട് പുസ്തകം തന്നെ, വെളിപ്പാട് ലഭിക്കുന്നത് തന്നെ പത്മോസ് ദ്വീപിലേക്ക് നാട് കടത്തപ്പെട്ട് കിടക്കുമ്പോഴാണ്. പറയട്ടെ, നാം ദൈവവചനപ്രകാരം ഈ ഭൂമിയിൽ ജീവിക്കാൻ തുടങ്ങുമ്പോൾ കഷ്ടതകൾ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരും, ഉപദ്രവങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരും. ഓർക്കണം, ഇത് നമ്മുടെ നാഥൻ പോയ വഴിയാണ്. കർത്താവ് തന്നെ പിൻപറ്റുന്നതായ ശിഷ്യന്മാരെ നോക്കിക്കൊണ്ട് പറഞ്ഞ വാക്കുണ്ട്. എന്താ? പച്ചമരത്തോട് ഇങ്ങനെയായാൽ ഉണങ്ങിയതിനോട് എത്രയധികം. ഈ മാധുര്യത്തിൻ്റെ വഴിയിൽ പോകാൻ നിങ്ങൾക്ക് ആർക്കെല്ലാം മനസ്സുണ്ട്? ഇന്ന് പലരും സുഖങ്ങൾക്ക് വേണ്ടി, ഭൗതികമായ അഭിവൃദ്ധിക്ക് വേണ്ടി, രോഗം മാറണം, കടബാധ്യത മാറണം, നല്ല ജോലി കിട്ടണം, നല്ല വിവാഹം നടക്കണം, ഭൗതികമായ കാര്യങ്ങൾക്ക് വേണ്ടി, ഞാൻ ആരെയും കുറ്റപ്പെടുത്തുന്നത് വിമർശിക്കുന്നതല്ല, പല ആളുകൾക്കും ആത്മീയത്തിൻ്റെ വഴിയിൽ ഭൗതികമായ കാര്യങ്ങൾ സാധിച്ചാൽ മതി. നമ്മുടെ ദൈവവചനത്തിലെ ആനന്ദം എന്ന് പറയുന്നത്, ദൈവവചനം കേൾക്കുമ്പോൾ നമുക്ക് ലഭിക്കുന്നതായ സന്തോഷവും നമുക്ക് ലഭിക്കുന്നതായ ആനന്ദവും, ആ വചനപ്രകാരം നമ്മൾ മുന്നോട്ട് പോകാൻ തീരുമാനിച്ച് മുന്നോട്ട് പോയാൽ അത് വയറിനെ കയ്പിക്കും. യോഹന്നാനത് ആ ചെറുപുസ്തകം വാങ്ങി തിന്നു, തേൻ പോലെ വായിൽ മധുരമായിരുന്നു, പക്ഷേ അത് വയറ്റിനെ കയ്പിച്ചു, വയറിനെ കയ്പിച്ചു. ആത്മീയാർത്ഥം നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് ഞാൻ കരുതുന്നു. നമുക്ക് ഈ വഴിയിലൂടെ പോകാൻ ആർക്കെല്ലാം ഉള്ളം കൊതിക്കുന്നുണ്ട്? ഈ വഴിയിലൂടെ പോകാൻ തേൻ പോലെ, വായിൽ തേൻ പോലെയും അണ്ണാക്കിന്
മധുരവുമായ ദൈവത്തിൻ്റെ വചനം അത് തിന്നാൻ ആര് തയ്യാറാകുന്നുണ്ട്? വായിലിട്ട് ആവശ്യം നല്ല മധുരമാണ്. ഇന്ന് പലരും അങ്ങനെയല്ലേ, ദൈവത്തിൻ്റെ വചനം വായിലിട്ട് ചവയ്ക്കും, അത് ഉൾക്കൊള്ളാൻ മനസ്സില്ല. ഇല്ലേ, തിന്നുക എന്നൊക്കെ പറഞ്ഞാൽ, അത് വയറിൽ ചെല്ലുക എന്നൊക്കെ പറഞ്ഞാൽ അതങ്ങ് ഉൾക്കൊള്ളുക എന്നാണ്. ഇല്ല, നല്ല രസമാണ് വചനം കേൾക്കണം, അങ്ങനെയൊക്കെ ആത്മീയ രംഗമൊക്കെ നല്ലതാണ്, സുവിശേഷ പ്രവർത്തനമൊക്കെ നല്ലതാണ്. പക്ഷേ അത് തിന്നുക എന്ന് പറഞ്ഞാൽ അത് അനുഭവിക്കുക എന്നാണ്, അതിനും പ്രകാരം ജീവിതം ക്രമീകരിക്കുക എന്നുള്ളതാണ്. അപ്പോൾ കയ്പുണ്ടാകും, കഴിക്കും, കഷ്ടത വരും. അങ്ങനെയുള്ളവരെയാണ് തുടർന്നുള്ള ശുശ്രൂഷ കർത്താവിനാക്കാൻ കഴിയുള്ളൂ. അല്ലാതെ വായിലിട്ട് മധുരം മാത്രം വേണ്ടവരൊന്നും പിന്നെ കർത്താവിന് ശുശ്രൂഷയ്ക്ക് വേണ്ട. കർത്താവിന് അടുത്ത ദൗത്യം ഏൽപ്പിക്കണമെങ്കിൽ, യോഹന്നാനെ അടുത്ത പടിയിലേക്ക് നടത്തണമെങ്കിൽ ഇന്ന് പലർക്കും വായിലിട്ട് കിട്ടുന്ന മധുരം മതി. ആ ഒരു അനുഭവത്തിലേക്ക് വന്നാൽ മാത്രമേ അടുത്ത പടിയിലേക്ക് നമ്മെ കർത്താവ് ഉപയോഗിക്കാൻ കഴിയുകയുള്ളൂ. വചനം ഒരാശ്വാസത്തിന് വേണ്ടി മാത്രം നിൽക്കുകയല്ല, ദൈവത്തിൻ്റെ വചനം അത് ഉൾക്കൊണ്ടുകൊണ്ട്, അത് അനുഭവിച്ചുകൊണ്ട്, അതിന് പ്രകാരം ജീവിക്കുന്നതായ ഒരു ജീവിതാനുഭവത്തിലേക്ക് നാം വരണം. ദൈവത്തിന് സ്തോത്രം. 11-ാം വാക്യം. അവൻ എന്നോട്, നീ ഇനിയും അനേകം വംശങ്ങളെയും ജാതികളെയും ഭാഷകളെയും രാജാക്കന്മാരെയും കുറിച്ച് പ്രവചിക്കേണ്ടി വരും എന്ന് പറഞ്ഞു. അതങ്ങ് തിന്നു കഴിഞ്ഞപ്പോൾ, അതങ്ങ് അകത്തായി കഴിഞ്ഞപ്പോൾ അടുത്ത ശുശ്രൂഷയ്ക്കായിട്ട് അവനങ്ങ് ഒരുക്കി ഒരു പുതിയ ദൗത്യം. നീ വീണ്ടും പ്രവചിക്കണം. യോഹന്നാൻ എന്നിൻ്റെ ശുശ്രൂഷ തീർന്നില്ല, നീ ഇനിയും പ്രവചിക്കണം, നീ ഇനിയും പ്രവചിക്കണം. യോഹന്നാൻ എന്നിൻ്റെ ശുശ്രൂഷ അവസാനിപ്പിച്ചിട്ടില്ല, നിന്റെ ശുശ്രൂഷ അവസാനിച്ചിട്ടില്ല. ഞാൻ 10-ാം അധ്യായം ഇവിടെ നിർത്തുകയാണ്. 1, ദൈവം, നമ്മുടെ ദൈവം സർവ്വലോകത്തിൻ്റെയും പരമാധികാരിയാണ്. അവൻ്റെ ഒരു കാൽ ഭൂമിയിൽ, ഒരു കാൽ സമുദ്രം, സർവ്വലോകത്തിൻ്റെയും പരമാധികാരിയാണ്. നമ്മുടെ ദൈവം ബലവാനാണ്. ഇപ്പോൾ നമ്മൾ ചില കാര്യങ്ങൾക്കൊക്കെ ചിലരോട് സഹായം ചോദിക്കുമ്പോൾ, അയ്യോ അങ്ങനൊരു സഹായം തരാൻ എനിക്ക് കഴിവില്ലല്ലോ. മനുഷ്യന് കഴിയുമോ? ഒരു പക്ഷേ നമ്മളൊരു 50 കിലോ ഭാരം ഒന്ന് തലയിൽ കയറ്റി വയ്ക്കാൻ സഹായിക്കണമായിരിക്കും. നമുക്കത് വഹിക്കാൻ കഴിവുണ്ട്, പക്ഷേ അത് തലയിലേക്ക് പൊക്കി വയ്ക്കാൻ ഒരാളുടെ സഹായം വേണം. അത്ര കണ്ട് ആരോഗ്യമില്ലാത്ത ഒരാൾ വന്നു കഴിഞ്ഞാൽ അയാൾക്ക് നമ്മൾ സഹായിക്കണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷേ അയാൾക്ക് അതിനുള്ള ബലം ഇല്ല. എന്ത് സഹായം ചോദിച്ചാലും അത് തരാൻ ബലമുള്ള ദൈവമാണ് ആര്? നമ്മുടെ ദൈവം. നിങ്ങളത് വിശ്വസിക്കണം. എന്ത് സഹായം ചോദിച്ചാലും, അയ്യോ അതിനെനിക്ക് കഴിയില്ലല്ലോ. ബലവാനായ ഒരു ദൂതൻ, എല്ലാത്തിനുമേലും അധികാരമുള്ളവനായ ഒരു ദൂതൻ. മറ്റൊരു കാര്യം, ദൈവത്തിൻ്റെ എല്ലാ രഹസ്യങ്ങളും ദൈവം മനുഷ്യർക്ക് വെളിപ്പെടുത്തിയിട്ടില്ല. ദൈവത്തിൻ്റെ തിരുവചന സത്യങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് നാം സ്വീകരിക്കുമ്പോൾ ജീവിതം വലിയ സന്തോഷവും ആനന്ദവും മധുരമാണ്. അതുപോലെ തന്നെ ഈ കഷ്ടങ്ങളും പ്രയാസങ്ങളും എല്ലാം നമ്മുടെ ജീവിതത്തിൽ നേരിടും. ഇത്രയുമാണ് നമുക്ക് മനസ്സിലാകാൻ തക്കവണ്ണം, ഗ്രഹിക്കാൻ തക്കവണ്ണം ഈ 10-ാം അധ്യായത്തിൽ നമുക്ക് ലഭിക്കുന്നതായ സന്ദേശം. ഞാനൊരു വാക്കുകൂടെ ചോദിച്ച് ക്ലാസ് അവസാനിപ്പിക്കുകയാണ്. നമ്മുടെ വായിൽ കിട്ടിയ തേൻ പോലെ മധുരമായ ഈ തിരുവചനം, തേൻ പോലെ മധുരമായ ഈ ദൈവത്തിൻ്റെ വചനം, കാരണം അതിനേക്കാൾ മധുരമുള്ള ഒന്ന് പറയാനില്ലാത്തതുകൊണ്ടാണ് തേൻ എന്ന് പറഞ്ഞിരിക്കുന്നത്. ഇല്ലേ? നമുക്കെന്ത് സന്തോഷമാണത്, മനഃപൂർവ്വം അതങ്ങ് ഇറക്കാൻ എന്ന് പറഞ്ഞാൽ, വായിൽ മധുരിക്കുന്നതായ ഈ വചനം അകത്തേക്കൊന്ന് ഇറക്കാൻ ഒരു പുതിയ സമർപ്പണം. കർത്താവേ, ഞാൻ ഈ മധുരം വായിൽ മാത്രം നിൽക്കാനല്ല, ഞാനിത് അകത്താക്കി ജീവിക്കാൻ, ദൈവികമായ പ്രമാണങ്ങൾ അകത്താക്കി ജീവിക്കാൻ, ദൈവവചനപ്രകാരം ഒന്ന് ജീവിക്കാൻ,
അതുമൂലം എനിക്ക് എന്തെല്ലാം നഷ്ടങ്ങൾ വന്നാലും, എന്തെല്ലാം സുഖങ്ങൾ വേണ്ട എന്ന് വെച്ചാലും, എന്തെല്ലാം നിന്നയേൽക്കേണ്ടി വന്നാലും, എവിടെയെല്ലാം ഒറ്റപ്പെടുത്തപ്പെടേണ്ടി വന്നാലും, കർത്താവേ, ഞാനത് ഉൾക്കൊള്ളാൻ തീരുമാനിക്കുന്നു. ഒരു പുതിയ സമർപ്പണത്തോടെ വായിൽ തേൻ പോലെയും അണ്ണാക്കിന് മധുരവുമായ നിന്റെ വചനം വായിലും അണ്ണാക്കിലും വന്ന് നിൽക്കാനല്ല, അത് വയറിലേക്ക് ഇറങ്ങിച്ചെന്ന് പുതിയ ശുശ്രൂഷ ഏൽക്കുവാൻ, പുതിയ ദൗത്യമേൽക്കുവാൻ, പുതിയൊരു സമർപ്പണത്തിലേക്ക് വരുവാൻ, കഷ്ടതയോ ആപത്തോ വാളോ ഉപദ്രവമോ നിന്നയോ പട്ടിണിയോ എന്തു വന്നാലും കർത്താവേ, നിന്റെ വചനപ്രകാരം ജീവിക്കാൻ ഞാൻ ഒരാളിതാ തീരുമാനിക്കുന്നു. എൻ്റെ വയറിലേക്ക് വചനം വരട്ടെ. നമ്മുടെ കൂട്ടായ്മയിൽ വയറിൽ വചനമെത്തിയവരായി, വചനം ഉൾക്കൊണ്ടവരായി, വചനം വയറ്റിലാക്കിയവരായി, വചനം ഉൾക്കൊണ്ടവരായി, വചനപ്രകാരം ജീവിതത്തിൻ്റെ കാര്യങ്ങളെല്ലാം ക്രമീകരിക്കപ്പെട്ടവരായി, കേവലം വായിലും അണ്ണാക്കിലും മാധുരം നുകർന്നുകൊണ്ട് മുന്നോട്ട് പോകാനല്ല, വചനം ഉള്ളിലാക്കിക്കൊണ്ട് മുന്നോട്ട് പോകുവാൻ തക്കവണ്ണം ഞങ്ങൾ ഓരോരുത്തരെയും സഹായിക്കണമേ. അതിനായി എന്നെ തന്നെ നിന്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. ഒരു വാക്ക് പ്രാർത്ഥിക്കാം. കരുണയുള്ള കർത്താവേ, സ്നേഹനിധിയായ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, അടിയങ്ങളെ കേൾപ്പിച്ച ജീവൻ്റെ ആലോചനകൾക്കായി സ്തോത്രം. നിന്റെ വചനപ്രകാരം ജീവിക്കുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും ബലപ്പെടുത്തണമേ. എല്ലാ മഹത്വത്തോട് മാത്രം എടുക്കണമേ. യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. കൃപയോടെ കേൾക്കണം പിതാവേ. ആമേൻ.